ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫേമസ് ആയ കുറച്ച് മൂവി സെലിബ്രിറ്റീസിനെ DM ചെയ്ത് നോക്കുമ്പോൾ എന്നിട്ട് അവരാരും നമുക്ക് തിരിച്ച് റിപ്ലൈ തരും നോക്കാം. ഇതിനു മുമ്പ് ഞാൻ കുറച്ച് യൂട്യൂബേഴ്സിന് മെസ്സേജ് അയക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, ദിസ് ഇസ് അബു ബോക്സർ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തപ്പോൾ 5 യൂട്യൂബേഴ്സാണ് ഇൻസ്റ്റ വഴി DM ചെയ്തത്. ഈ പ്രാവശ്യം നമ്മൾ 6 മൂവി സെലിബ്രിറ്റീസിനാണ് അയക്കാൻ പോണത്. 3 ഫീമെയിൽ ആർട്ടിസ്റ്റും 3 മെയിൽ ആർട്ടിസ്റ്റിനുമാണ് നമ്മൾ DM ചെയ്യാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആർക്ക് അയക്കണമെന്ന് ചോദിച്ചാൽ മമിത ബൈജുവിനാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. നമ്മൾ പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും അയക്കുന്നില്ല. നമ്മുടെ കണ്ടന്റ് എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ച് റിപ്ലൈ കിട്ടിയാൽ മതി. നമ്മൾ എന്തായിക്കണം എന്നല്ല, നമുക്ക് തിരിച്ച് റിപ്ലൈ കിട്ടുക, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ മെസ്സേജ് അയക്കാം. ഗൈസ്, അങ്ങനെ നമുക്ക് മമിത ബൈജുവിൻ്റെ അക്കൗണ്ട് കിട്ടി. ഞാൻ അയക്കാൻ പോകണമെന്ന് വെച്ചാൽ, ഹായ് ചേച്ചി, സിനിമ എല്ലാം അടിപൊളി, ഞാനൊരു ബിഗ് ഫാനാണ് ചേച്ചി, ഒരു ഹായ് തരുമോ എന്ന് നമുക്ക് അയച്ചു നോക്കാം. തിരിച്ച് റിപ്ലൈ കിട്ടിയാൽ രക്ഷപ്പെട്ടു. നമുക്ക് നോക്കാം, അതാണല്ലോ നമ്മുടെ കണ്ടന്റ്, നമുക്ക് തിരിച്ച് റിപ്ലൈ കിട്ടണം. നമുക്ക് നോക്കാം. ഗൈസ്, 1 സെക്കൻഡ് റുക്കോ. ഹായ് ചേച്ചി, നമ്മൾ സ്ക്രീൻ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മമിത ബൈജുവിന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിപ്ലൈ കിട്ടും നോക്കാം. അടുത്ത വേറെ ആരുമല്ല ഗൈസ്, അനശ്വര രാജൻ. പുള്ളിക്കാരത്തേക്ക് നമുക്ക് മെസ്സേജ് അയച്ചു നോക്കാം, തിരിച്ച് റിപ്ലൈ തരും നോക്കാം. ഇത് നമുക്ക് കോപ്പി ചെയ്തങ്ങ് അയക്കാന്നേ. അപ്പോൾ വാ ഗൈസ്, അങ്ങനെ നമുക്ക് അനശ്വര രാജൻ്റെ അക്കൗണ്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്കും നമ്മൾ മമിത ബൈജുവിന് അയച്ച ടെക്സ്റ്റ് കോപ്പി ചെയ്ത് നമുക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ട്. ലെറ്റ് പേസ്റ്റ് ഇറ്റ്. ഓക്കെ ഗൈസ്, പേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് സെൻഡ് ചെയ്യാം. പോയോ? പോയി ഗൈസ്, നമുക്ക് അനശ്വര രാജനും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റിപ്ലൈ തരുമോ എന്ന് നോക്കാം ഗൈസ്. അതിനുമുമ്പ് ഗൈസ്, നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ആളിലേക്ക് കിടക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ മെസ്സേജ് അയക്കേണ്ട അടുത്ത ആളായിട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്, കൈഡു ലോഹാർ. കൈഡു. അപ്പോൾ നമ്മൾ പുള്ളിക്കാരത്തേക്കാണ് നമ്മൾ മെസ്സേജ് അയക്കണേ. പുള്ളിക്കാരത്തേക്ക് മലയാളം അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് കുറച്ച് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. ഹായ് ചേച്ചി, ചേച്ചിയോടൊന്നും വിഷയമില്ല. ഹായ് ചേച്ചി, ഐ ആം ബിഗ് ഫാൻ ഓഫ് യുവർ ആക്ടിങ്. ഐ ലൈക്ക് യുവർ മൂവീസ്. ഇഫ് യു സീൻ ദിസ് മെസ്സേജ്, ക്യാൻ യു റിപ്ലൈ ഹായ്. അപ്പോൾ നമ്മൾ പുള്ളിക്കാരത്തേക്ക് നമ്മൾ സെൻഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. ദേ സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അതേ പുള്ളിക്കാരത്തേക്കും സെൻഡ് ആയിട്ടുണ്ട്. സോറി ഗൈസ്, ഞാൻ ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ മറന്നു. ഞാൻ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് ഇതിനെ കാണിച്ചു തരാം. സൈഡില്ലേ, ഇവിടെ കൊടുത്താൽ ഇവിടെ ഓക്കെ. പിന്നെ ഗൈസ്, നമ്മളിവിടെ മെസ്സേജിന് ഇവിടെ റിങ് ഇങ്ങനെ ലോഡ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ടല്ലോ, അതിവിടെ റേഞ്ച് ഇല്ലാത്തതുണ്ട്. പക്ഷേ മെസ്സേജ് പോയിട്ടുണ്ട്. ഇതെൻ്റെ ആ ഫോണിലെ അക്കൗണ്ട് ഞാൻ ഈ ഫോണിലേക്ക് ആക്കിയതാണ്. പക്ഷേ ഈ ഫോണിൽ റേഞ്ച് കുറവാണ്. പക്ഷേ അതിനകത്തുനിന്ന് നമ്മൾ വീഡിയോ കഴിയുമ്പോൾ നമ്മൾ ഒന്നും കൂടെ കറക്റ്റ് സെൻഡ് ആയോ എന്ന് നമ്മൾ നോക്കും, ഇല്ല നമ്മൾ ഒന്നും കൂടെ അയക്കും. അപ്പോൾ നമുക്കിനി അടുത്ത നമ്മുടെ 3 ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ അടുത്ത ആളായിട്ട് എത്തിയിട്ടുണ്ട്. വേറെ ആരുമല്ല ഗൈസ്, നമ്മുടെ സ്വന്തം നിവിൻ പോളി. ഗൈസ്, നമ്മൾ പുള്ളിക്കാരനാണ് മെസ്സേജ് അയക്കണത്. പുള്ളിക്കാരൻ അയക്കാനുള്ളത് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. ഹായ് ചേട്ടാ, ഞാനൊരു ബിഗ് ഫാനാണ്, ഒരു ഹായ് തരുമോ? അത്ര നമ്മൾ 2 ഇമോജിയും കൊടുത്തിട്ടുണ്ട്, 3 ഇമോജിയും കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് പുള്ളിക്കാരന് സെൻഡ് ചെയ്യാം. നോക്കിയോ, സെൻഡ് ആവുന്നു. പോണല്ലോ ഗൈസ്. യെസ് ഗൈസ്, പോയിട്ടുണ്ട് മെസ്സേജ്. അപ്പോൾ നമുക്ക് പുള്ളി റിപ്ലൈ തരുമോ എന്ന് നോക്കാം. നമ്മൾ മെസ്സേജ് വരാൻ നോക്കുന്നത് 24 മണിക്കൂറാണ്. ഇന്ന് തൊട്ട് നാളെ രാവിലെ വരെ, ഈ സമയം വരെ. ഇപ്പോൾ സമയം 12:30 ഗൈസ്. വണ്ടിയാണ് ഗൈസ്, ഒച്ച കേൾക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇപ്പോൾ സമയം 12:30. നാളെ ഉച്ചയ്ക്ക് 12:30 വരെ നമ്മൾ നോക്കും ഇവർ റിപ്ലൈ തരുമോന്ന്. പക്ഷേ ഈ ഓട്ടം സമ്മതിക്കില്ലല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് നാളെ ഉച്ച വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. ലൈക്ക് അടിച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ 5ാമത്തെ ആളെത്തിയിട്ടുണ്ട്, നമ്മളെ മാത്യു തോമസ്. പുള്ളിക്കാരാണ് നമ്മൾ മെസ്സേജ് അയക്കാൻ വേണ്ടി നമ്മൾ നിവിൻ പോളിക്ക് അയച്ച സംഭവം തന്നെ നമ്മൾ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നിവിൻ പോളി ചേട്ടൻ നമുക്ക് റിപ്ലൈ തരുമെന്ന് നോക്കാം. ഇനി നമുക്ക് മാത്യൂസിനെ അയച്ചു നോക്കാം. പുള്ളിക്കാരൻ റിപ്ലൈ തരുമോ എന്ന് നോക്കാം ഗൈസ്. തന്നെ പോവാത്തെ ഫോണിലല്ലോ ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ മാത്യൂസിന് മെസ്സേജ് അയക്കാൻ പോകണത് സെൻഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പോകുന്നില്ലല്ലോ. യെസ് ഗൈസ്, ദേ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുള്ളിയും റിപ്ലൈ തരുമെന്ന് നോക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് അതാണ് 6th പേഴ്സൺ ആരാന്ന് നോക്കാം മെസ്സേജ് അയക്കണേ. അപ്പോൾ ഇതിന് ഗൈസ് ലൈക്ക് അടിച്ചു പോകും ഗൈസ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് പേഴ്സൺ, അതായത് 6th പേഴ്സൺ നമുക്ക് മെസ്സേജ് അയക്കാം. വേറെ ആരുമല്ല ഗൈസ്, നെസ്ലിൻ. പുള്ളിക്കാരനെ നമ്മൾ DM ചെയ്ത് നോക്കാം. പുള്ളി റിപ്ലൈ തരുമോ എന്ന് നോക്കാം. അപ്പോൾ ഗൈസ് ദേ സെൻഡ് ചെയ്യണു, നോക്കിക്കോളൂ. പോകുന്നില്ല ഗൈസ്. യെസ് ഗൈസ്, നമ്മുടെ മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ഞാൻ പിന്നെ അയച്ചത്. ഹായ് ചേട്ടാ, ഒരു ബിഗ് ഫാൻ, ഒരു ഹായ് തരുമോ? അത് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിപ്ലൈ തരുമെന്ന് നാളെ ഉച്ചയ്ക്ക് 12:30 നോക്കാം ഗൈസ്. അതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്തു ബോയ്സ് ആൻഡ് ഗേൾസ്. അങ്ങനെ നമ്മൾ സെലിബ്രിറ്റീസിന് മെസ്സേജ് അയച്ചിട്ട് ഇപ്പോൾ ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം ഏകദേശം 1 മണിയായി. നമ്മൾ ഇന്നലെ 12:30 മെസ്സേജ് അയച്ചത്. ഇപ്പോൾ സമയം
1:45 അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് ഹുക്കിട്ട് ഞാൻ നിങ്ങളെ പറ്റിച്ച് ഗൈസ് അവർ മെസ്സേജ് അയച്ചു എന്നും പറയും. ഈ പ്രാവശ്യം അങ്ങനെയല്ല ഗൈസ്, ഡയറക്റ്റായിട്ട് പറയാം ഞാൻ, അവരാരും നമ്മുടെ മെസ്സേജ് കണ്ടിട്ടില്ല. അതെ ഗൈസ്, നമ്മളയച്ച ഒറ്റ മെസ്സേജ് പോലും കണ്ടിട്ടില്ല, സീൻ പോലും ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻഷോട്ട് ഇവിടെ എവിടെയെങ്കിലും കാണിച്ചു തരാം ഗൈസ്, അവർ സീൻ ചെയ്യാത്തതിൻ്റെ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അത്ര 1 മില്യൺ 4 മില്യൺ 5 മില്യൺ ഫോളോവേഴ്സ് ഉള്ളവരല്ലേ ഗൈസ്, നമ്മൾ മെസ്സേജ് അയച്ചാൽ കാണുമൊന്നുമില്ലല്ലോ. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഇനിയും ട്രൈ ചെയ്യാം. അടുത്തടുത്ത് ഇതുപോലത്തെ സൂപ്പർ വീഡിയോസ് വരുന്നുണ്ടല്ലോ, ഇങ്ങനത്തെ കുറേ കണ്ടൻറ്റൊക്കെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ കളിച്ച് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ദിസ് ഇസ് ഹാർഡ് വർക്ക്സ് സൈനിങ് ഓഫ്.